പ്രിയദർശിനി യാത്ര ഗവൺമെൻറ് ചെയ്ത വലിയ ഉപകാരപ്രദമായ കാര്യമാണ്. പ്രൈവറ്റ് ബസ് കൂട്ടിക്കരുത്. കാരണം കാലാകാലങ്ങളായി യാത്രാക്ലേശമുള്ള ഭാഗങ്ങളിലെല്ലാം പ്രൈവറ്റ് ബസ് ഓടുകയും ഇടവഴികളിലൂടെയും ഗ്രാമീണ റൂട്ടുകളിലൂടെയും ഒക്കെ പുതിയ റൂട്ടുകൾ കണ്ടുപിടിച്ച് ജനത്തെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യവസായമാണ് പ്രൈവറ്റ് ബസ് എന്നുള്ളത്. പ്രൈവറ്റ് ബസ്സുകാർ ചെയ്യുന്ന ഉപകാരം വളരെ വലുതാണ്. പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് ചെറിയ വഴികളിലൂടെയും പുതിയ പുതിയ റൂട്ടുകൾ കണ്ടുപിടിച്ച് ഒറ്റപ്പെട്ട് കിടക്കുന്ന മേഖലകളിലുള്ള ആളുകളെല്ലാം അവർ കൊണ്ടുപോകുന്നുണ്ട്. പ്രിയദർശിനി ബസ് ആരംഭിച്ചത് തീർച്ചയായിട്ടും ഗവൺമെൻറ്റിൻ്റെ വലിയൊരു ഉപകാരപ്രദമായ ഒരു കാര്യമാണ്. കുറഞ്ഞ ശമ്പളത്തിന് ജോലി ചെയ്യുന്നവർക്ക്, ദൂരയാത്ര ചെയ്യേണ്ടി വരുന്നവർക്ക്, രോഗികളായിരിക്കുന്നവർക്ക്, സാമ്പത്തികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കൊക്കെയും ഹോസ്പിറ്റലിൽ പോകാനും മരുന്ന് മേടിക്കാൻ പോകാനും ബന്ധുമിത്രാദികളെ കാണാൻ പോകാനും അല്ല ചെറിയ ശമ്പളത്തിൽ ജോലി ചെയ്യുന്നവർക്ക് യാത്ര ചെയ്ത് ജോലിക്ക് പോകാനൊക്കെ വളരെ ഉപകാരപ്രദമായൊരു കാര്യമാണ്. പക്ഷേ അത് സമ്പന്നരായ ആളുകൾ അത് ഉപയോഗിക്കുമ്പോൾ കൂടുതൽ തിരക്കുണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്ന് രണ്ടിടത്ത് ബസ് ബ്രേക്ക് ഡൗൺ ആയ സാഹചര്യത്തിൽ ഒത്തിരി ആളുകൾ 40-50 പേര് പോകേണ്ട യാത്ര ബസ്സിൽ 100-150-200 ആളുകൾ തള്ളിക്കയറുമ്പോൾ അവരെ നിയന്ത്രിക്കാൻ ഈ ബസ് കണ്ടക്ടേഴ്സിന് സാധിക്കുകയില്ല. ഹൈറേഞ്ച് പ്രദേശങ്ങളിലും ഹെയർപിന്നും വളവുള്ളിടത്തും കുത്തനെയുള്ള കയറ്റം കയറുന്നിടത്തുമൊക്കെ ഒത്തിരി ആളുകൾ അതിൽ കയറുമ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ കപ്പാസിറ്റിക്കപ്പുറമായ ആളുകൾ അതിൽ കയറുമ്പോൾ അത് കൂടുതൽ ദുഷ്കരമായി തീരും. ഈ ഫ്രീ ആയിട്ട് കിട്ടുന്ന കാര്യങ്ങൾ നമ്മുടെ ആവശ്യത്തിന് മാത്രം വിനിയോഗിക്കാൻ മനുഷ്യന് സാധിക്കണം. നമുക്ക് സബ്സിഡി കിട്ടുന്നു, ഫ്രീ ആയിട്ട് കിട്ടുന്നു എന്ന് പറയുമ്പോൾ എല്ലാത്തിൻ്റെയും പുറകെ ഓടുന്ന ഒരു പ്രവണത പലപ്പോഴും നമ്മുടെ സമൂഹത്തിന് കാണുന്നുണ്ട്. സാമ്പത്തിക ശേഷിയുള്ള വീട്ടിലെ ആളുകൾ ഈ തൊഴിലില്ലായ്മ വേതനം വാങ്ങിക്കാനായിട്ട് പോകുന്നത് കാണാം. അത് നിസ്സാരമായ പൈസയാണെങ്കിൽ പോലും അത് പോയി ക്യൂ നിന്ന് വാങ്ങിക്കുമ്പോൾ അനേകരാകുമ്പോൾ അത് ഗവൺമെൻറ്റിന് വലിയൊരു ബാധ്യതയാകും. അതുകൊണ്ട് നമുക്ക് അല്ലാതെ ജീവിക്കാനും മാർഗമുണ്ടെങ്കിൽ ഈ പാവപ്പെട്ടവർക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ കരുതൽ അതൊക്കെ ചൂഷണം ചെയ്യാതിരിക്കാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ശരിക്കും തൊഴിലില്ലാത്ത ആളുകൾ അല്ലെങ്കിൽ തൊഴിലില്ലാതെ വിഷമിക്കുന്ന, സാമ്പത്തികമില്ലാതെ ബുദ്ധിമുട്ടുന്നവരെ കരുതുവാൻ വേണ്ടി ഗവൺമെൻറ് ഉണ്ടാക്കിയൊരു മേഖലയാണ്. എന്നാൽ സമ്പന്നരായ ആളുകളും മറ്റ് മാർഗങ്ങളുള്ള ജീവിതമാർഗങ്ങളുള്ളവരുമൊക്കെ അത് ദുരുപയോഗം ചെയ്യുന്ന പലപ്പോഴും കാണാം. ഗവൺമെൻറ് ആയിക്കോട്ടെ, സംഘടനകളായിക്കോട്ടെ, പ്രസ്ഥാനങ്ങളായിക്കോട്ടെ, മതസംഘടനകളായിക്കോട്ടെ, ഇങ്ങനെ ജനങ്ങൾക്ക് കൊടുക്കുന്ന കരുതൽ, ചാരിറ്റി, സംരക്ഷണം അതൊക്കെ അർഹരായ ആളുകളിലേക്ക് ചാനലൈസ് ചെയ്യാനായിട്ട് എല്ലാവർക്കും സാധിക്കണം. അർഹതയില്ലാത്തവർ അത് പിടിച്ചു പറ്റാൻ നോക്കുമ്പോൾ അർഹരായ പലരും പിന്തള്ളപ്പെടും. ഈ പ്രിയദർശിനി ബസ്സിലേക്കുള്ള യാത്ര അത് നല്ല സാമ്പത്തികവും നല്ല സർക്കാർ ഉദ്യോഗവും നല്ല ശമ്പളവും അല്ലെങ്കിൽ മറ്റ് വരുമാന മാർഗങ്ങളുള്ള ആളുകൾ അതൊഴിവാക്കി അതിനർഹരായ ആളുകളെ മാത്രം അതിലേക്ക് കടത്തിവിടുകയാണെങ്കിൽ തീർച്ചയായിട്ടും വലിയ അപകടങ്ങൾ ഒഴിവാക്കാനായിട്ട് സാധിക്കും. മാത്രവുമല്ല, നമ്മൾ സംരക്ഷിക്കേണ്ടുന്നൊരു മേഖലയാണ് ഈ പ്രൈവറ്റ് ബസ് എന്ന് പറയുന്നത്. അത് സർക്കാർ ശ്രദ്ധിക്കാത്ത മേഖലകളിൽ, ഗ്രാമീണ മേഖലകളിലൊക്കെയും ധാരാളം ബസ് ഓടുന്നുണ്ട്. അവരുടെ ഉപജീവന മാർഗ്ഗമാണ്. ബസ്സിൻ്റെ ഉടമസ്ഥരുടെ മാത്രമല്ല, അതിലെ തൊഴിലാളികളുടെയൊക്കെ ഉപജീവന മാർഗ്ഗമാണ്. അതൊക്കെ ഇല്ലാതെയാക്കി അത് ദുഷ്കരമാക്കി തീർക്കാതെ അവരെയും സംരക്ഷിച്ച് സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് ചേർത്ത് നിർത്തുവാനുള്ള ഉത്തരവാദിത്വം സമൂഹത്തിനുണ്ട്.